ഹേ മൈ ക്യൂട്ടി പൈസ്, വെൽക്കം ടു മൈ ചാനൽ ദേവൂസ് വേൾഡ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുമെങ്കിൽ താഴെ കളയുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബീട്രൂട്ട് തോരൻ്റെ വീഡിയോ ആയിട്ടാണ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ബീട്രൂട്ട് എല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയൊക്കെ നമ്മൾ ഇനി അരിയാൻ വേണ്ടി പോവുകയാണ്. ഇത് നേരത്തെ നമ്മൾ സാമ്പാർ വെച്ചതിൻ്റെ സവാള അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത് ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടാണ്. പിന്നെ നമ്മൾ കുഞ്ഞുള്ളി, കൊച്ചുള്ളി എന്നൊക്കെ പറയും. കൊച്ചുള്ളിയാണ് നമ്മൾ തോരനിൽ ഇടാൻ വേണ്ടി എടുക്കുന്നത്. ചെറിയ ഉള്ളി എടുക്കുമ്പോഴത്തേനും നമുക്ക് കുറച്ച് നല്ല ടേസ്റ്റൊക്കെ തോന്നിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെറിയ ഉള്ളി എടുത്തത്. നിങ്ങൾക്ക് സവാളയാണുള്ളെങ്കിൽ യു ക്യാൻ പ്രിഫർ സവാളയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. സോ ചെറിയ ഉള്ളി കിട്ടുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. സോ അപ്പോൾ ഉള്ളി കരിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ണ് ഭയങ്കര നീറ്റൽ. നിങ്ങൾക്കാരെങ്കിലും എനിക്ക് നമ്മളിങ്ങനെ എന്തെങ്കിലും കണ്ണടയൊക്കെ വെച്ച് അരിയുകയാണെങ്കിൽ ഇത്ര അങ്ങ് വരില്ല കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ അപ്പം പറഞ്ഞു തന്ന ഐഡിയയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇനി ഒന്ന് കഴുകിയിട്ട് നമ്മളത് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ പച്ചമുളക് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അപ്പുറത്ത് പച്ചമുളകിൻ്റെ ഇതുണ്ട്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ജിക്കി അവിടെ സൈഡിൽ പോയിരിക്കുകയാണ്. ഷെയ്ക്കാൻ്റെ വരാൻ പറഞ്ഞിട്ട് ആൾ ഷെയ്ക്കാൻ്റെ ഒന്നും തന്നില്ല. ആളിന്ന് എന്നോട് പിണക്കാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പച്ചമുളക് പറിക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ കുറേയൊക്കെ പച്ചമുളക് നട്ടത് കരിഞ്ഞു പോയി. അവിടെ ഒരെണ്ണം കരിഞ്ഞു പോയി. ഇത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പച്ചമുളക് ഞാൻ എടുത്തു. സോ അപ്പോൾ നമ്മുടെ പച്ചമുളക് കിട്ടി. ഇനി നമുക്ക് ഇത് നമ്മുടെ തോരനിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. പിന്നെ നമ്മൾ ചെറിയുള്ളി എല്ലാം അരിഞ്ഞെടുത്തു. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് പിന്നെ കുറച്ച് തേങ്ങ ചേർക്കാനുണ്ടായിരുന്നു. നമ്മൾ തേങ്ങ ഇതിനകത്ത് ചേർക്കണം. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ്: തേങ്ങ, കുറച്ച് കൊച്ചുള്ളി, കറിവേപ്പില, പിന്നെ നമ്മുടെ ബീട്രൂട്ട്. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ച് നമ്മുടെ പാത്രം അതിനകത്ത് വെച്ചു. പിന്നെ നമ്മൾ അതിനകത്ത് കുറച്ച് അത് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് നമ്മൾ അതിനകത്തേക്ക് എണ്ണ ഒഴിക്കണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനായിട്ടുള്ള എണ്ണ ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം കടുക് പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ചൂടായെന്ന് നോക്കിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു. അതിന് ശേഷം നമ്മൾ സവാളയും കറിവേപ്പിലയും കടുകും എല്ലാം ആദ്യം കടുക് പൊട്ടിക്കണം. കറിവേപ്പിലയും കടുക് എല്ലാം ഇട്ട് പൊട്ടിച്ച് സവാള നമ്മൾ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് അതൊരു ചുമന്ന കളറെല്ലാം ആകുമ്പോഴത്തേന് നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേന് നമ്മൾ കറിവേപ്പില ഇട്ടു. എൻ്റെ കറിവേപ്പില ഇച്ചിരി കരിഞ്ഞു പോയെന്ന് അങ്ങനെ കരിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എന്നാലും സാരിയില്ല. പിന്നെ നമ്മൾ സവാളയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ തീ ഞാൻ കുറച്ച് വെച്ചു. കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി തീ കുറച്ച് വയ്ക്കാൻ വേണ്ടി എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഞാൻ ചെയ്തതുപോലെ എൻ്റെ കരിഞ്ഞു പോകും. അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ആ സവാളയൊക്കെ ഒന്ന് വേഗം വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബീട്രൂട്ട് ഇടുവാണ്. ഞാൻ അറിയാണ്ട് കുറച്ച് തേങ്ങ ഇട്ടു. ഈ തേങ്ങ ഇതെല്ലാം വെന്ത് കഴിഞ്ഞിട്ടാണ് ഇടേണ്ടത്. പിന്നെ ഞാൻ അതെല്ലാം മിക്സാക്കി. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഇത് കഴിഞ്ഞ് ഉപ്പൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഞാൻ പച്ചമുളകൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ നമുക്ക് ആ ബീട്രൂട്ട് വേവാൻ വേണ്ടിയുള്ള ആവശ്യത്തിനായിട്ടുള്ള വെള്ളം, പിന്നെ കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ആഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നമ്മുടെ തോരനായി കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളൊരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് കൊടുക്കുക. അതിന് ശേഷം ഞാൻ പിന്നെ അതിനെ അടച്ചു വെച്ചു. അത് വേവാൻ വേണ്ടി കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ.
സോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.